നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. നമ്മളെല്ലാവരും നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി നന്നായിട്ട് കൂട്ടാനും അതുപോലെ തന്നെ ശരീരം നന്നായിട്ട് പുഷ്ടിയായിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഇവൻ കുട്ടികൾക്കാണെങ്കിലും നമ്മൾ കൊടുക്കുന്നത് ചവനപ്രാശം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഈ ചവനപ്രാശം എന്ന് പറയുന്നത് എങ്ങനെയാണ് വന്നത്, ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ സ്റ്റോറി നമ്മൾ നോക്കുകയാണെങ്കിൽ, ചവൻ എന്ന് പറയുന്ന ഒരു ഋഷിമുനി ഉണ്ടായിരുന്നു. ഈ ഋഷിമുനിക്ക് പലതരം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യം നന്നായിട്ട് വീക്ക് ആവാനായിട്ട് തുടങ്ങി. അപ്പൊ ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ആരോഗ്യം നന്നായിട്ട് വീണ്ടും കിട്ടാനും പണ്ടത്തെ ഒരു യുവത്വം നന്നായിട്ട് കിട്ടുന്നതിനും നന്നായിട്ടൊന്ന് ബോഡി ഒന്ന് സ്ട്രോങ് ആക്കി വെക്കാനൊക്കെ ആയിട്ട് ആഗ്രഹം തോന്നിയപ്പോൾ, അല്ലെങ്കിൽ വെക്കണം എന്നുള്ളൊരു കാര്യം കൊണ്ട് അദ്ദേഹം വൈദ്യ അശ്വിനികുമാരന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് വൈദ്യ അശ്വിനികുമാരിയോട് പറഞ്ഞു, എന്റെ ആരോഗ്യവും അതുപോലെ തന്നെ യുവത്വവും എല്ലാം തിരിച്ചു കിട്ടാനായിട്ട് എനിക്കൊരു നല്ലൊരു മരുന്ന് വേണം എന്ന് പറഞ്ഞപ്പോൾ വൈദ്യ അശ്വിനികുമാര ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രാശമാണ് ചവനപ്രാശം എന്ന് പറയുന്നത്. 50ഓളം ഔഷധങ്ങൾ ചേർത്തിട്ടുള്ള ഒരു രസായന കൂട്ടാണ് ഈ ചവനപ്രാശം എന്ന് പറയുന്ന ഒരു കാര്യം. ഇന്ന് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും റെസ്പിറേറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ചുമ, ആസ്തമ, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. സീസണലായിട്ട് നമുക്ക് പലതരം ഈ അലർജിക് ഇൻഫെക്ഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ വരികയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ശരീരത്തിലത്തെ ഇമ്മ്യൂണിറ്റി നന്നായിട്ട് കൂട്ടി നിർത്തുന്നതിനും നമ്മുടെ ഏജിങ്ങിന്റെ പ്രോസസ്സിനെ നല്ല രീതിയിൽ തടയുന്നതിനും അതിലൂടെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു കോംപ്ലക്ഷൻ, ടെക്സ്ചർ, അതുപോലെ തന്നെ ഒരു യങ് ലുക്ക്, ഒരു യുവത്വം നന്നായിട്ട് കിട്ടുന്നതിനും ശരീരത്തിന് നന്നായിട്ട് നറിഷ് ചെയ്യുക എന്നിങ്ങനെ പറയുന്ന ധാരാളം ബെനിഫിറ്റ്സ് ആണ് ചവനപ്രാശം എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഹെർബിൽ നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഒരു ദിവസം കഴിച്ചെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമുക്ക് ഇത്രയും റിസൾട്ട് ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല. തുടർച്ചയായിട്ട് നമ്മളിത് കഴിച്ചു വരുമ്പോഴാണ് ഇത്രയും പറയുന്ന എല്ലാ ബെനിഫിറ്റ്സും നമുക്ക് കിട്ടുകയുള്ളൂ. കാരണം ഇത് രസായന പ്രോപ്പർട്ടി പോലെയാണ്. അതായത് രസായനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നറീഷിംഗ് പ്രോപ്പർട്ടി പോലെയാണ് നമ്മുടെ ശരീരത്തിൽ വഹിക്കുന്നത്. ഇത് എങ്ങനെയൊക്കെ നമുക്ക് കഴിക്കാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ, കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെയോ, മുതിർന്നവരൊക്കെ ആണെങ്കിൽ 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതിന്റെ കൂടെ ഇത് കഴിച്ചതിന് ശേഷം അതിന്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ചെറു ചൂടുവെള്ളം അല്ലെങ്കിൽ കുറച്ച് പാല് കഴിക്കുന്നതായിരിക്കും ഉത്തമമായിട്ടുള്ള ഒരു അനുപാനം. ഇപ്പൊ നിങ്ങൾക്ക് റെസ്പിറേറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ പാലിന് പകരം ചെറു ചൂടുവെള്ളം കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത്. ഇനി ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ഫ്രീ ആയിട്ടുള്ള ചവനപ്രാശം കിട്ടുന്നതായിരിക്കും, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇപ്പോഴത്തെ മാർക്കറ്റിൽ എന്ന് പറയുമ്പോൾ ധാരാളം ചവനപ്രാശം ഇപ്പോൾ ലഭിക്കുന്നത് കൊണ്ട് നിങ്ങൾ, കാരണം പല കമ്പനീസും അത്രയും നല്ലൊരു പ്രൊഡക്റ്റ് അല്ല ഇറക്കുന്നത്. നിങ്ങൾ നല്ലൊരു കമ്പനിയിലോ അല്ലെങ്കിൽ നല്ലൊരു ഒത്തന്റിക് ആയിട്ടുള്ള ഒരു ചവനപ്രാശം കഴിക്കുമ്പോഴാണ് ഈ പറയുന്ന എല്ലാ റിസൾട്ടും നമുക്ക് കിട്ടുക. നോക്കിയും കണ്ടും ചവനപ്രാശം വാങ്ങാനും കൂടി ശ്രദ്ധിക്കണം.